+1 വിദ്യാർത്ഥിനി ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ. സീനിയേഴ്സിന്റെ റാഗിങ്ങിൽ മനം തന്നാണ് കുട്ടി മരിച്ചതെന്ന പിതാവ് നിഷേധിച്ച് സ്കൂൾ അധികൃതർ. എന്താണ് സംഭവിച്ചത്? പാലക്കാട് ഒറ്റപ്പാലത്ത് വരോട് സ്വദേശി 16 വയസ്സുകാരിയായിട്ടുള്ള രുദ്രയെയാണ് രാത്രിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കല്ലേക്കാടുള്ള വ്യാസ വിദ്യാപീഠത്തിലെ 11ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് രുദ്ര. സ്കൂൾ ഹോസ്റ്റലിലാണ് അവൾ താമസിച്ചിരുന്നത്. ആ ഹോസ്റ്റൽ മുറിയിലാണ് മരിച്ച നിലയിൽ രുദ്രയെ കണ്ടെത്തുന്നത്. വരോട് സ്വദേശികളായിട്ടുള്ള രാജേഷിന്റെയും ശ്രീജയുടെയും മകളാണ് രുദ്ര. ഈ രാജേഷ് പുറത്താണ്, വിദേശത്താണ് ജോലി ചെയ്യുന്നത്. കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സ്കൂളിനെതിരെ ആരോപണവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് രാജേഷും കുടുംബവും. മകൾ മരിച്ചത് അത് സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിംഗ് മൂലമാണ് എന്നാണ് രാജേഷ് ആരോപിക്കുന്നത്. സീനിയർ വിദ്യാർത്ഥികൾ മകളെ മർദ്ദിക്കാൻ ശ്രമിച്ചുവെന്നും ഹോസ്റ്റൽ വാർഡന് എല്ലാം അറിയാമെന്നും അച്ഛൻ പറയുന്നു. ഓരോ തവണ മകൾ വിളിക്കുമ്പോഴും ക്രൂരമായിട്ടുള്ള റാഗിംഗ് നേരിടാറുണ്ട് എന്ന് അച്ഛനോട് പരിഭവം പറയാറുണ്ട്, പരാതി പറയാറുണ്ട്. അതാണ് അച്ഛൻ ഇന്ന് മാധ്യമങ്ങൾക്കായി ഫേസ്ബുക്ക് ലൈവിലൂടെ വ്യക്തമാക്കി. അച്ഛൻ ഇവിടെ ഭയങ്കര റാഗിങ് ആണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹോസ്റ്റൽ വാർഡനോട് റിപ്പോർട്ട് ചെയ്തു, അവർ സീരിയസ് ആക്കി എടുക്കുന്നില്ല. അമ്മോട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അമ്മോട് സംസാരിച്ചു. അപ്പോൾ അവൾ വിളിച്ച് സംസാരിക്കാറുണ്ട്. ഒക്കെ അതിന് ശേഷം ഞാൻ 21-ാം തീയതി ഉച്ചയ്ക്ക് ഇന്ത്യൻ ടൈം സംതിങ് ടൈമിൽ വിളിച്ച് ചോദിച്ചു, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ സംസാരിച്ച് പ്രശ്നങ്ങൾ സോൾവ് ആക്കി ചോദിച്ചു. കുഴപ്പമില്ല, പ്രശ്നങ്ങൾ സോൾവ് ആക്കി, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, നോർമലാണെങ്കിൽ എവരിത്തിങ് നോർമൽ എന്നാണ് പറഞ്ഞത്. പിന്നീട് ഈവനിങ്ങിലാണ് ഇങ്ങനെ മോള് എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഇവൾ ഒറ്റയ്ക്ക് ഇരുന്ന ടൈമിലാണ് ഇങ്ങനെ സൂസൈഡ് ചെയ്തിട്ടുള്ളത്. അതിന് കാരണം എന്നോട് റാഗിങ്ങിൻ്റെ മിഞ്ഞാന്ന് വെള്ളിയാഴ്ച വിളിച്ചു പറഞ്ഞു, അച്ഛൻ ഇവിടെ ഭയങ്കരമായിട്ട് റാഗിങ്. കാരണം എന്താ വെച്ചാൽ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് ഓടി പോകുമ്പോൾ അവിടുത്തെ സീനിയർ കുട്ടിയുടെ മേത്തുനിന്ന് കൈ തട്ടി, ഷോൾഡർ തട്ടി. അതിന് ഞാൻ സോറി പറഞ്ഞില്ല. അതിന് ഭയങ്കരമായിട്ട് റാഗ് ചെയ്യുക. അതിന് അവർ അച്ഛൻ ഒരു തല്ലാൻ വരിക, മീൻസ് തല്ലണം എന്നൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. മീൻസ് മകളിനെ തല്ലണം എന്ന കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര റാഗിങ് ആണെന്ന് പറഞ്ഞു. അത് എന്നിട്ട് ഇന്ന് ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം ചോദിച്ചപ്പോൾ അവിടുത്തെ ഹോസ്റ്റൽ വാർഡൻ അറിയാം. ആ കുട്ടികളുടെ പേര്, റാഗ് ചെയ്ത കുട്ടികളുടെ കാര്യങ്ങളെല്ലാം ഈ ഹോസ്റ്റൽ വാർഡന് അറിയാം. എല്ലാം ഹോസ്റ്റൽ വാർഡൻ അറിയാമെന്നാണ് അച്ഛൻ പറയുന്നത്. കാരണം അച്ഛൻ്റെ അടുത്ത് അവൾ പറഞ്ഞിട്ടുണ്ട് ഈ ഹോസ്റ്റൽ വാർഡനോട് സംസാരിച്ചതും റാഗിങ് നേരിട്ടതുമെല്ലാം. എന്താണെങ്കിലും അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ചൈൽഡ് ലൈനിനും പോലീസിനുമൊക്കെ പരാതി നൽകിയിട്ടുണ്ട് കുടുംബം. അതേസമയം ഈ കുടുംബത്തിന്റെ ആരോപണത്തെ സ്കൂൾ അധികൃതർ പൂർണ്ണമായിട്ട് നിഷേധിക്കുകയാണ്. റാഗിങ്ങുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥിയോ വീട്ടുകാരോ ഒരു പരാതി പോലും നൽകിയിട്ടില്ല എന്നാണ് സ്കൂൾ അധികൃതർ, സ്കൂളിലെ പ്രിൻസിപ്പാൾ പറയുന്നത്. പ്രിൻസിപ്പൽ എന്ന നിലയ്ക്കും ചീഫ് വാർഡൻ എന്ന നിലയ്ക്കും ഈ നിമിഷം വരെ കുട്ടിയോ കുട്ടിയുടെ അച്ഛനോ കുട്ടിയുടെ അമ്മയോ ഓരോ ഫോണിലൂടെയോ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടോ ഒരു കംപ്ലൈൻറ്റ് ഈ കുട്ടി എന്തെങ്കിലും കാര്യങ്ങൾ അറിയിച്ചു? ഈ കുട്ടിയോ കുട്ടിയുടെ അച്ഛനോ കുട്ടിയുടെ അമ്മയോ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്ന റാഗിങ് ഞാൻ അത് ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നു. ഒരാൾ പോലും ഒരു ഫോണിലൂടെ വിളിച്ചിട്ട് ഒരു സാർ എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ഒരാൾ പോലും പറഞ്ഞാൽ കുട്ടി വന്നിട്ട് കുട്ടി ഇങ്ങനെ 2.5 മണിക്കൂർ സുഖമില്ല, ശ്രമത്തിൽ ചെയ്യാനാണെങ്കിൽ കണ്ടിട്ട് പെർമിഷൻ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് പോയി കുട്ടിയെ റെസ്റ്റ് ചെയ്ത് 8 മണിക്ക് നമ്മൾ ഗേൾസ് ഫുഡ് കഴിക്കാൻ. സാധാരണ ഇവരുടെ ലോകൽ താമസിക്കുന്ന എല്ലാം ഒരേ ക്ലാസ്സിലെ കുട്ടികളാണ്. ഒരു സീനിയറോ കുട്ടിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട്, അവർ നേരിട്ടിരുന്നു അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നതെന്നൊക്കെ സ്കൂൾ പ്രിൻസിപ്പൽ പറയുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അത് കുടുംബ പ്രശ്നമായിരിക്കാം എന്നാണ് ആ പ്രിൻസിപ്പൽ വിശദീകരിക്കുന്നത്. എന്നാൽ ഈ കുട്ടി അധികം ആരോടും ഇടപഴകാത്ത ആളായിരുന്നു എന്നാണ് ആ സ്കൂൾ അധികൃതർ പറയുന്നത്. അത്തരത്തിലൊരു നേച്ചറുള്ള കുട്ടിയാണ് രുദ്ര എന്നും അതുകൊണ്ട് തന്നെ ഒരു നിഗൂഢത അവർ ബാക്കി വയ്ക്കുന്നു സ്കൂൾ പ്രിൻസിപ്പൽ. കുറച്ച് കുട്ടി ഫോൺ ചെയ്യുമ്പോൾ കരയിലും ഫാമിലി പ്രശ്നങ്ങൾ എന്തൊക്കെയോ ഉണ്ട്. അതെന്താണെന്ന് ഞങ്ങൾക്കറിയാം. അതുപോലെ അവരുടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഫാമിലി ഉണ്ട്. അത് കുട്ടി ഫോൺ ചെയ്യുമ്പോൾ അവരുടെ CA ചോദിക്കുന്നുണ്ട്. കുട്ടികൾ പറഞ്ഞു
കുട്ടികളായിട്ട് അത്ര മിങ്കിൾ ചെയ്യുന്ന കുട്ടിയാണ് ഇവിടെ ഈ വർഷമാണ് വന്നത്. അതെ +1. എന്തായാലും കുടുംബം പരാതിയുമായി രംഗത്തെത്തിയ പശ്ചാത്തലത്തിൽ അവിടെ ഒരു അന്വേഷണം വിശദമായി നടക്കേണ്ടതുണ്ട്. സ്കൂളിലെത്തി പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്യും. മരിച്ച രുദ്രയുടെ സഹപാഠികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും പോലീസ് സംഘം മൊഴി രേഖപ്പെടുത്തും. പാലക്കാട് ടൗൺ നോർത്ത് പോലീസാണ് ഈ അന്വേഷണം നടത്തുന്നത്. പോളണ്ടിലാണ് പിതാവ് ജോലി ചെയ്യുന്നത്. പോളണ്ടിലുള്ള പിതാവ് നാട്ടിലെത്തിയ ശേഷം പോസ്റ്റ്മോർട്ടം നടപടി സ്വീകരിച്ച് തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് രുദ്ര 11ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അവളുടെ മരണം കാരണം അതെന്തുമാവട്ടെ, റാഗിംഗ് ആണെങ്കിൽ അതിൽ നടപടി ഉണ്ടാകണം. അതിനി ഒരു ജീവൻ പോലും ഒരിക്കലും നഷ്ടമാകുന്ന വിധത്തിൽ ആവർത്തിക്കപ്പെടുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.